നമസ്കാരം, ഞാൻ സുധീഷ്, പി.കെ. ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് നവജാത ശിശുക്കളിലെ കേൾവി പരിശോധനയെക്കുറിച്ചാണ്. കേൾവിക്കുറവ്, പ്രത്യേകിച്ച് നവജാത ശിശുക്കളിലെ കേൾവിക്കുറവ് തിരിച്ചറിയുക വളരെ പ്രയാസകരമാണ്. ഉദാഹരണത്തിന്, ഒരു വാതിൽ അടയ്ക്കുമ്പോഴോ ഒരു പാത്രം താഴെ വീഴുമ്പോഴോ കളിപ്പാട്ടങ്ങളുടെ ശബ്ദങ്ങളോടോ കുട്ടി പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതല്ല, 15 ഡെസിബിൾസിൽ താഴെയുള്ള ശബ്ദങ്ങൾ കുട്ടിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഉറപ്പുവരുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. പ്രധാനമായും 2 ടെസ്റ്റുകളാണ് നവജാത ശിശുക്കളുടെ കേൾവി പരിശോധനയ്ക്ക് ഉള്ളത്. ഒന്നാമത്തേത് AABR അഥവാ ഓട്ടോമേറ്റഡ് ഓഡിറ്ററി ബ്രെയിൻ സ്റ്റെം റെസ്പോൺസ്, രണ്ടാമത്തേത് ഓട്ടോ അക്കോസ്റ്റിക് എമിഷൻസ് അഥവാ OAE. ഇതിൽ OAE ടെസ്റ്റ് ആണ് സാധാരണമായി കേരളത്തിൽ ചെയ്തു വരുന്നത്. ഈ ടെസ്റ്റിലൂടെ നമുക്ക് കാതിലെ കോക്ലിയ വരെയുള്ള ഇൻഫോർമേഷൻസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ജനിച്ച് 2ാമത്തെ ദിവസം മുതൽ ഈ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ക്രൈറ്റീരിയ പ്രകാരം ഒരു കുട്ടിക്ക് കേൾവിക്കുറവോ കേൾവി സംബന്ധമായി എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ 3 മാസത്തിനകം അത് കംപ്ലീറ്റ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കുകയും എത്രയും നേരത്തെ അതിന്റെ ഇന്റർവെൻഷൻസ് സ്റ്റാർട്ട് ചെയ്യുകയും വേണം. കേൾവിയും സംസാരവും വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ കുട്ടികളിലെ കേൾവി പരിശോധന നിർബന്ധമാണ്. അതുപോലെ കുട്ടി അതാത് സമയങ്ങളിൽ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് മൈൽ സ്റ്റോൺസ് അറ്റൈൻ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും വേണം. ഒരു കുട്ടി ജനിച്ച് 7 ദിവസത്തിനകം അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നതിന് മുന്നേ കേൾവി പരിശോധന നിർബന്ധമായും ചെയ്തിരിക്കണം. ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ കുട്ടിയുടെ സഹകരണം തീരെ ആവശ്യമില്ല. കുട്ടി ഉറങ്ങിക്കിടക്കുമ്പോഴോ അനങ്ങാതെ കിടക്കുമ്പോഴോ വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാവുന്ന ഒരു ടെസ്റ്റാണ് ഓട്ടോ അക്കോസ്റ്റിക് എമിഷൻ.